ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലാൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാ? റീൽസ് എടുക്കാൻ, അല്ലാണ്ട് എന്നിട്ട് റീൽസ് എടുക്കാൻ വേണ്ടി പോവാ. അപ്പം സാധാരണ ഞങ്ങൾക്ക് ഒരു ഓഫ് കിട്ടുന്ന ദിവസങ്ങളിൽ കാലത്തിന് എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒഴിവ് പോലെ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് 2-3 റീലൊക്കെ എടുത്ത് വെക്കും. അതാണ് എല്ലാ ആഴ്ചയും ചെയ്യണത് അല്ലേ. അങ്ങനെ ഓഫ് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. അപ്പോ റീൽസിന് തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്തിനാണെന്നറിയോ, ഈ പുറത്തുള്ള കൺട്രീസിലൊക്കെ വന്നിട്ട് ഇന്ത്യക്കാര് പബ്ലിക്കിലാണ് നിന്നിട്ട് റീൽസ് എടുക്കണ്, ശബ്ദം ഉണ്ടാക്കണ്, പിന്നെ എന്നിട്ട് ഭയങ്കര ശല്യാണ് ഇവിടുത്തെ പേർക്ക്. ഭയങ്കര പ്രശ്നങ്ങളാ. നീ മറ്റേ ഓരോരുത്തരുടെ വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ അതായത് പബ്ലിക് പ്ലേസിൽ പോയിട്ട് എടുക്കാതെ ഞങ്ങൾ എപ്പോഴും പോകാറില്ല. വല്ല മറ്റേ പറയാ മരത്തിന്റെ ഇടയിലോ വല്ല മറ്റേ. പിന്നെ അത് മാത്രം തന്നെ പാർക്കില്. അപ്പൊ അവിടേക്ക് എല്ലാവരും നോക്കുമ്പോ എന്നിട്ട് ഒരു കാണിക്കണേ. അപ്പൊ അവരെ നമ്മള് പുറത്ത് വന്നിട്ട് മറ്റുള്ളവർക്ക് ശല്യമാവുന്ന രീതിയിൽ എടുക്കുമ്പോ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ റീൽസ് എടുക്കാന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വന്നിട്ട് വിചാരിക്കാന്നറിയോ, പോയി നേരം റീൽസ് ഇടുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവർക്ക് ശല്യമാവാത്ത രീതിയിൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വളരെയധികം ശ്രദ്ധിക്കണം അത് എടുക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരാള് ബാക്കിൽ വരാൻ പാടില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്തായാലും വേറൊരു എന്താ പറയാ കുറെ ആൾക്കാർ വന്ന് ജോലി ചെയ്യുന്നില്ലേ, അവരൊക്കെ വന്നിട്ട് നമ്മള് പാർക്കിലിരുന്ന് സൂപ്പറായിട്ട് പിള്ളേരെ കൊണ്ടുപോയി കളിക്കുന്ന സമയത്ത് അവരൊന്ന് റീൽസ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾക്ക് എന്തിട്ട് തേങ്ങ ഇത് കാണിക്കുന്നത്. അതിന് ഞാൻ എപ്പോഴും പറയാറ് മറ്റുള്ളവരൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യരുതെന്ന്. മറ്റുള്ളവരെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ എന്നിട്ട് പറയാ മറ്റേ നമ്പർ പ്ലേറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ശബ്ദത്തിലൊക്കെ നമ്മൾക്ക് പെടും ചിലപ്പോ, അല്ലെ, പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും പരമാവധി മറ്റുള്ളവർക്ക് ശല്യാവരുത്. ശല്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുമില്ല സ്ഥലത്ത് പോയിട്ട് ഒതുങ്ങി എടുക്കണെങ്കിൽ ഏറ്റവും നല്ല വീണ്ടെടുത്ത് എടുക്കുക. അതാകുമ്പോ ആർക്കും ഒരു കുഴപ്പമില്ല പുറത്തെ സ്ഥലത്ത്. പക്ഷെ ഇവിടെ ന്യൂസിലാൻഡ് എന്ന് വെച്ചാൽ സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്. അപ്പൊ അവിടെ നമുക്ക് പുറത്ത് എന്തിനാ എവിടെയെങ്കിലും ഒക്കെ എടുക്കാനായിട്ട് തോന്നും. അതാണ് പ്രശ്നം. അങ്ങനെ ഞങ്ങളിന്ന് റീലെടുക്കാൻ വേണ്ടി വന്നേക്കാം. അവിടെ ഒരു തൊപ്പിക്കളി ഇരിക്കണുണ്ടോ? ആ മരത്തിലിരുന്ന് വാലാട്ടുണ്ടത് ഇങ്ങനെ ടിങ് 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 കുഞ്ഞൊരു കിളി. അതിനെ നോക്കിയത് വയറ് ഭയങ്കര കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും ഞെക്കി പിടിക്കണം, പക്ഷെ ഉള്ള വയറല്ല, വയറ് ശരിക്കും എൻ്റെ ഇല്ല. പക്ഷെ എൻ്റെ ഇങ്ങനെ എന്താ പറയാ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇടുമ്പോ കുറച്ച് കൂടുതലായിട്ട് തോന്നണതാണ്. ഒരു കഴുത് കൂടിപ്പോയോ, കാണ്ടാമൃഗത്തിന്റെ പോലെ, ക്രൂസിങ്ങിന്റെ പോലെയായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെയാണ് ഇതിനുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങള് സ്ഥലം നോക്കിയിട്ടുള്ള നടപ്പാണ്. നല്ലതല്ലേ? ഇവിടെ നല്ലതാ, പക്ഷെ ഇത് ആൾക്കാരെ വഴിയല്ലേ. അതെ, അഞ്ച് ഇവിടുന്ന് എടുത്താലോ? ഓക്കെ ആണോ? ഏതാ? അത് നല്ലതാ, കറക്കം നല്ല രസമുണ്ട്. വിളിച്ചോ. ഞാൻ ഭയങ്കര ഉണ്ടത്തിയായിട്ട് തോന്നണ്ട. ഓക്കെ, നീ എവിടം വരെ വരുന്നുണ്ട് നോക്കണേ. എവിടം വരെ വരും ഫ്രണ്ടിന്? ആ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ അടുത്ത് നമുക്ക് ഈ ചവറിലെടുത്താലോ? വയ്യണ്ടയാ? അത് വീട്ടിൽ നല്ല കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് വരാണെങ്കിൽ കുഴപ്പമില്ല. പകുതി ഇവിടെ വരുമ്പോഴല്ലേ നമ്മൾ നോക്കണത്. ഇതേനുണ്ട് ചവറ്. ചവറ് നല്ലതാ. ചവറും ബാക്കിലത്തെ ഇലയൊന്നും ഇല്ലല്ലോ, ഒന്നുമേ ഇല്ല, എല്ലാം പൊഴിഞ്ഞു പോയില്ലോ അല്ലേ? അതന്നെ അതന്നെ. ഇവിടെ എടുത്ത് നോക്കിയാലോ? ആ, ഇറങ്ങിന്നോ? ഞാൻ പറഞ്ഞ കേക്കുവോ? നീ പറയുന്നത് കേക്കണ്ട, ഞാൻ പറയുന്നത് കേക്കണ്ട്. മതി 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 മതി. ആ, ഇത് അടിപൊളി സ്ഥലാ. ഇവിടെ മതി, ഇവിടെ മതി. ആ ഓക്കെ. 2 കളിച്ച് കഴിഞ്ഞപ്പോ നല്ല വയ്യാണ്ടായി. വയ്യാണ്ടായാ? പിന്നെ പുരുഷൊക്കെ വരെ കൊന്തൊക്കെ പുറത്തേക്ക് ആയതുകൊണ്ട് ഇത് ശരിക്കില്ലേ ഈ ഡാൻസ് കളിക്കുന്നവർക്ക് സുഖ. വെറുതെ ഒന്ന് കളിച്ചാ മതി. ഈ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്കില്ലേ ബുദ്ധിമുട്ട്. അവർക്കാണ് ഫിസിക്കൽ ആൻഡ് മെന്റൽ വർക്ക് ഉള്ളത്. അവർക്കാണ് എല്ലാം കറക്റ്റ് നോക്കി ചെയ്യണ്ടേ, ഒന്നും മിസ്സാവണ്ട്. ഡാൻസ് കളിക്കുന്നവർക്ക് വെറുതെ ഒന്ന് തുള്ളിയാ മതി. അല്ല, തുള്ളല്ല, വെറുതെ ഒന്ന് കളിച്ചാ മതി. ഇനി 2 ഡാൻസ് ഇപ്പൊ എടുത്തു. 2 ഡാൻസ് എന്റെ മറ്റേ തുള്ളല്ലേ രസം. എന്റെ ഒരു സന്തോഷം, അതാണ് കാര്യം. അത് എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണമെന്ന് എനിക്കറിയില്ല, എനിക്ക് സന്തോഷം. ഇനി അടുത്തതിന് വേറെ ഡ്രസ് ഇട്ടിട്ടാ കളിക്കണേ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ തന്നെ ഞാൻ പാന്റ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മോളിക്കോടെ ഒരു ഹുഡി ഇടും, അടിയിൽ പാന്റ് ഉണ്ട്. ഈ പാവാട അങ്ങ് ഊരി കളയും. അപ്പൊ എന്റെ നെക്സ്റ്റ് കോസ്റ്റ്യൂമായി തലമുടി അയച്ചിടും.
നെക്സ്റ്റ് സ്റ്റൈൽ അല്ലേ? ഭയങ്കര ഐഡിയ കേട്ടാ നിനക്ക്. ആകെ ഒരു ദിവസം കിട്ടും, എല്ലാ ദിവസവും വീഡിയോ ഇടണം. ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്നെന്താ ചെയ്യാം, ശനിയാഴ്ചയാ. ഇന്ന് ശരിക്കും എല്ലാ ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. കാരണം ഞങ്ങളുടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരി ക്യാൻസർ ആയിരുന്നു, കീമോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പുള്ളിക്കാരി പെട്ടെന്ന് മരിച്ചുപോയി. അപ്പം അത് കാരണം കൊണ്ട് ഇന്ന് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ല. അപ്പം ഇന്ന് കാലത്ത് തന്നെ ഞാൻ 11 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റും. അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത 2 ഡാൻസ് എടുത്ത് വീട്ടിൽ പോയിട്ട് അതിന് കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ച് പിന്നെ വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം. അപ്പം നെക്സ്റ്റ് കോസ്റ്റ്യൂം ചേഞ്ച്. കോസ്റ്റ്യൂം എന്തായി? അങ്ങനെ ഡ്രസ്സ് മാറി. ജസ്റ്റ് മോളിക്കോട് നേരത്തെ ബനിയൻ ഉണ്ടായിരുന്ന അതിന്റെ മോളിക്കോട് ജസ്റ്റ് ഒരു മുടി എടുത്തിട്ടു. ഓൾറെഡി പാന്റ് അടിയിലിട്ട് വന്നിട്ടുണ്ടായിരുന്നു, മുടി കഴിച്ചിട്ടു. എന്നിട്ട് ഈ ചീർപ്പ് വെച്ചിട്ട് പരിപാടി വേറെ സ്റ്റൈലായില്ലേ. ഇപ്പൊ ഇനി അടുത്ത ഡാൻസ് എടുക്കാൻ പോകും. വിൻട്രയിലും അടിപൊളി പൂവാ നോക്കിയൊക്കെ ചെയ്യണേ. സത്യം ഓണത്തിന് ഇടാൻ പറ്റിയ പൂക്കളുണ്ട് അല്ലേ? നോക്കി നീ, നല്ല രസമുണ്ടല്ലേ പൂവ്. നല്ല ഭംഗി. മണം ഉണ്ടോ പൊട്ടിക്കട്ടെ? അയ്യോ, നമ്മുടെ നാട്ടിലത്തെ ചെമ്പകത്തിന്റെ മണം. നല്ല മണമാ. നോക്കിക്കേ, എന്നിട്ട് നോക്കി നോക്കി. നല്ല മണമുള്ള പൂവല്ലേ? മണമുള്ള പൂവ്. ഇവിടെ മൊത്തം പൂവുണ്ടല്ലേ? നല്ല ഫോട്ടോ എടുക്കാലോ അല്ലേ ഇവിടെ? ഇതിന്റെ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുത്താലോ? വീഡിയോ അല്ലേ, ഫോട്ടോ. അടിപൊളി ഫോട്ടോ എടുക്കാം ഇവിടെ. എടുക്കാം. ഇവിടെ ഉണ്ട് എല്ലാം കൊറേ ഉണ്ട് കേട്ടോ ഇവിടെ പൂവ്. നോക്കിയാ അടിപൊളിയാട്ടോ. പക്ഷെ ഇവിടെ നല്ല സ്ഥലല്ലേ? വീഡിയോ നീ പെട്ടെന്ന് എടുത്തു വന്നപ്പോഴേ തടി ഭയങ്കര ഉണ്ട തട്ടിയും പോലെ മുഖം എന്റെ. പെട്ടെന്ന് ഞാൻ സൂം ചെയ്ത് വെച്ച് എന്റെ അടുത്ത് കൂടെ പോയി പോ. ഭയങ്കര പ്രാക്ടീസ് ആയിട്ട് അവിടെ. ഇത് നാട്ടിലത്തെ ശരിക്കുള്ള പൂ പോലെ ഉണ്ട്. ആകാശവല്ലിയാണോ എന്താന്ന് എനിക്കറിയില്ല. നാട്ടിൽ സൂര്യകാന്തിയുടെ ചെറുത് കണ്ടോ? ആകാശവല്ലിയുടെ പോലെ നമ്മുടെ എന്തോ അല്ലെ, ആ സൂര്യകാന്തിയുടെ ചെറുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അറിയോ, ഇവിടുന്ന് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ നിന്നെ എടുക്കാന്ന്. നീ അവിടെ നിന്ന് കളിക്കണെങ്കിൽ ആ ഓക്കെ ആന്ന് തോന്നുന്നുണ്ട് കേട്ടാ. നോക്കി നോക്കാം. ഓക്കെ ആണത് സ്ഥലം. ആ ഓക്കെ 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 ആണ് ഇവിടെ സ്ഥലം. ഓക്കെ ചെറിയൊരു പോണ്ട് അല്ലേ? അടിപൊളി സ്ഥലല്ലേ? പക്ഷെ ഇതിന് മുകളിൽ കയറി കളിക്കാൻ പറ്റുമോ? അതിന് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, വെള്ളത്തിന്റെ സൈഡില് കഴിഞ്ഞ ദിവസം വെള്ളത്തിന്റെ സൈഡിൽ കളിച്ചപ്പോ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷെ ഇതിലധികം താഴ്ചയില്ലാത്ത പോണ്ടത് വെറുതെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയത്. പിന്നെ അതെ ശരിക്കും യൂണിവേഴ്സിറ്റി ഇവിടെ നോക്കിയാലോ? അത് ഓക്കെയാണ്. ഓക്കെ ആവാൻ സാധ്യതയുണ്ട്. ഈ പോണ്ട് ഇത്ര ഉള്ളോ? നീ ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും. അവിടെ വരെയും ഇവിടെ വരെ മാത്രമേ ഉള്ളൂ. ആ പക്ഷെ നല്ല രസമുള്ള പോണ്ട് കേട്ടത്. വലിയൊരു അടിപൊളി സ്ഥലമായിട്ട് തോന്നുന്ന ആൾക്കാർക്ക് കാണുമ്പോ അല്ലേ? പക്ഷെ നല്ല രസമുള്ള സ്ഥലം. ആ 3 ഷോട്ടാ? എന്ത് 3 പ്രാവശ്യമായിട്ട് എടുക്കാം. ഓക്കെ. താറാവുണ്ടല്ലോ, ടക്ക് താറാവല്ലല്ലോ അത്. ഇതുണ്ടോ നീ മരത്തിന്റെ അടിയിൽ കണ്ടാ നീ? ക്ഷേത്രത്തിൽ പുറ്റി പോലെ സാധനം. ഞാൻ അപ്പുറത്ത് പോയി നോക്കട്ടെ. എനിക്ക് തോന്നണതേ ഇതിനെ ചെതൽപ്പുറ്റാവന വഴി വെള്ളത്തേക്ക് ഇവിടെ എടുത്തിട്ടാ. നോക്കി നോക്കിയാ മരം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കൊറേ എണ്ണം വെള്ളത്തിലടി. നീ എല്ലാത്തിനും പേടിപ്പിച്ചില്ലേ? വേണ്ട ജന ഓടിപ്പിക്കണ്ട. താമര പോലെ തോന്നുന്നുണ്ടാ? ഇത് ചെറിയ താമര. അവിടെ നോക്കി, എവിടെ? ആ സൈഡിൽ ശരിക്കും നമ്മുടെ നാട്ടില് വെള്ളത്തിലല്ലേ താമര ഉണ്ടാവുക? ആ ഇത് ശരിക്ക് താമര പോലെ ഉണ്ടിട്ടാ. പക്ഷെ മരത്തിന്റെ മുകളിലാണുള്ളൂ അല്ലേ? നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ നോക്കിയേ, ഈ വെള്ളപ്പൂവ് ഇതിന്റെ രസല്ലേ? ഇതും താമര പോലെ തന്നെ, പക്ഷെ കുറച്ച് ചെറുതാണുള്ളൂ. ഈ വൈറ്റ്. ആ ഇത് നേരത്തെ കണ്ട പോലെ തന്നെ. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ചുളിവില് 4 റീലും
ഒരു വീഡിയോ എടുത്തു. വീഡിയോ ഇത് എങ്ങനെയാണ് ഞങ്ങൾ ഒരു ദിവസം റീൽ എടുക്കുന്നത്? സാധാരണ ഡ്രസ്സൊന്നും മാറ്റാറില്ല കേട്ടാ. 4 റീൽ എടുക്കണേ 4 ഒരേ ഡ്രസ്സിൽ 4 ദിവസം അടുപ്പിച്ചങ്ങ് പോസ്റ്റും. അങ്ങനെയാ തിന്നു. പക്ഷെ വെറുതെ 5 ദിവസം പട്ടിപ്പണിയെടുക്കും. അത് കഴിഞ്ഞ് എല്ലാം ഇങ്ങനെ റീല് ആഴ്ചയിൽ ഇപ്പൊ ഒരു ദിവസം ലീവ് കിട്ടും, 2 ദിവസം ലീവ് ഉണ്ടാവും. അതിൽ ലീവ് കിട്ടുന്ന ദിവസങ്ങളിൽ ഒരു ദിവസം ഇറങ്ങിയിട്ട് ആ ഒരാഴ്ചക്കുള്ള റീലോ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എടുത്ത് വെക്കും. എന്നിട്ട് അതങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. എന്നിട്ട് അതങ്ങനെ ഓരോ ദിവസം അങ്ങ് പൊക്കോളൂ. അപ്പൊ നമുക്ക് അതിന്റെ ടെൻഷൻ ഇല്ല. പിന്നെ നമ്മൾ ജോലി, എനിക്ക് ടെൻഷനാ. എനിക്ക് കറക്റ്റ് 11 മണിക്ക്, അത് ന്യൂസിലാൻഡ് ടൈം 11 മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. ആ 11 മണിക്ക് അത് പോയില്ലെങ്കിൽ എനിക്ക് ഇതിപ്പോ ആരും കാണിക്കാൻ വേണ്ടിട്ടല്ല. ഞാനിപ്പോ ഈ വീഡിയോ എടുക്കണതോ റീൽ ചെയ്യണതോ ഇതൊന്നും ആർക്കും വേണ്ടിട്ടല്ല, എന്റെ മനസ്സന്തോഷം. പിന്നെ നമുക്കൊരു വേറെ കാര്യം അറിയോ, ഒരു 10 വർഷം കഴിയുമ്പോ പിന്നെ സത്യം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേറെ ഒന്നുമില്ല ചെയ്യാനായിട്ട്. ജോലിക്ക് പോകുന്നുണ്ട്, നമ്മൾ വീട്ടില് പണികളെടുക്കണു. അതല്ലാണ്ട് എനിക്കായിട്ട് ഞാൻ എന്നിട്ട് എന്റെ സന്തോഷത്തിന് ഞാൻ എന്താ ചെയ്യണേ? ഞാൻ ഒന്നും ചെയ്യണില്ല. ഞാൻ ഒരു പുരികം പോലും ത്രെഡ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് പോകില്ല. ആകെ 4 ദിവസം ഒരു ജസ്റ്റ് വാക്സ് ചെയ്തല്ലേ. ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണത്. ഞാൻ ഷേവ് ചെയ്യും അങ്ങനെയൊക്കെ. അല്ലാണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല. അപ്പൊ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി. പക്ഷെ അതിന് ദൈവം സഹായിച്ചതിന് എൻ്റെ ചേട്ടൻ എല്ലാത്തിനും കൂട്ടി നിൽക്കുന്നു. പിന്നെ പിള്ളേരായാലും ഇപ്പം ഡ്രസ്സൊക്കെ നേരത്തെ മാറിയിട്ട് അവിടെ അങ്ങനെ കിടക്കാല്ലേ. പിള്ളേരായാലും പിന്നെ ഇപ്പൊ വലുതായി, അവരാണെങ്കിലും അവരുടെ കാര്യങ്ങൾ അവർ തന്നെ നോക്കാനുള്ള പ്രായമായി. അപ്പൊ പിന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പിന്നെ വേറെ എന്ത് ചെയ്യാനാ ഒരു ദിവസം കളയാൻ? പിന്നെ കുറേ നേരം ഇങ്ങനെ ടിവിയുടെ മുന്നിലോ മറ്റേ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കാനും എനിക്ക് താല്പര്യമില്ല. റീലുകൾ കാണും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീല് കാണും. പക്ഷെ അതല്ലാണ്ട് എന്ത് ചെയ്യാനാ? പിന്നെ ഒന്നുമില്ല. അപ്പൊ അതിനു വേണ്ടി എന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അതിന് നിന്റെ ആയിട്ട് കട്ട സപ്പോർട്ടും. താങ്ക് യു ഏട്ടാ. മുന്നൊന്നും ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഡാൻസ് കളിക്കാറുണ്ടാ, പാട്ട് പാടാറുണ്ടാ? ബഹറിലെ സമയത്ത് ഞാൻ ഒന്നും ചെയ്യാറില്ല. ഞാൻ ജോലി ഇങ്ങനെ നടക്കലായിരുന്നു. ഇപ്പൊ കുറെ സമയം ഉണ്ടായിട്ടില്ല. എല്ലാവരും എന്നോട് ചോദിക്കും നിനക്ക് ഇത് എവിടെന്ന സമയം? കഴിഞ്ഞ ദിവസം അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ അമ്മച്ചിയുടെ ആങ്ങളുടെ മോള് ചോദിച്ചിരുന്നു എങ്ങനെ ജീവിതമൊക്കെ സമയം കിട്ടണേ കൊച്ചിന് പിള്ളേര് നോക്കി. പക്ഷെ പിള്ളേര് ഓൾറെഡി വലുതായി, കുഞ്ഞു പിള്ളേരല്ല. അത് കാരണം കൊണ്ട് നമുക്ക് അല്ലേ ഇന്ന് കാലത്തായാലും അവര് തന്നെ ഫ്രോസൺ ചപ്പാത്തി ഇരിക്കണ്ടായിരുന്നു, അവര് തന്നെ ചൂടാക്കി, അവര് തന്നെ ഭക്ഷണം കഴിച്ചു. വലുതായി അല്ലെ. ഇതുവരെ പിള്ളേര് നമ്മളെല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴായാലും പോകുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്നു കുറച്ചു നേരം. പിന്നെ ഇപ്പം പോയി നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ഈ ആഴ്ചക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. ചെന്നിട്ട് നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കണം. അപ്പോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും എല്ലാവർക്കും ബായ്. എല്ലാവർക്കും ബായ്.